നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ശരിക്കും ഒരു മനുഷ്യൻ എണ്ണാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇനി നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ 160 ലിറ്റർ രക്തം എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരു ദിവസം ഇത് ശുദ്ധീകരിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, 160 ലിറ്റർ രക്തം നമ്മുടെ ശരീരത്തിലെ വെയിൻ ഏറ്റവും കെട്ടിക്കൊടുക്കുള്ള സാധനം. നോർമൽ ഒരു ഹെഡ്സെറ്റ് നമ്മൾ കേൾക്കാൻ യൂസ് ചെയ്യുന്ന വയേർഡ് ഹെഡ്സെറ്റ് നമ്മൾ അതിന്റെ കെട്ടടിക്കാൻ എത്ര ഇടങ്ങേറായിരിക്കും എന്നറിയോ? നന്നായിട്ടൊന്ന് കെട്ട് വീണ് കഴിഞ്ഞാൽ അതടിക്കാൻ നല്ല പ്രയാസം തോന്നും, ഇടങ്ങേറ് തോന്നും ചിലപ്പോൾ. അപ്പൊ ഇങ്ങനെ ഒരു കുടുക്കില്ലാണ്ട് നമ്മുടെ ശരീരത്തിൽ മുഴുവൻ, നമ്മുടെ കൈകാലുകളിലൂടെ, നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഞരമ്പുകൾ കറക്റ്റായിട്ട് പാസ് ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് ഈ ഞരമ്പുകളെ ലെവലാക്കി വെച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ ചുറ്റളവിനേക്കാൾ കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയുമോ? ഒരു മനുഷ്യൻ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഈ വെയിൻസിനെ എടുത്തിട്ട് നേരെ ലെവലാക്കി കറങ്ങി വെച്ചാൽ ഭൂമിയുടെ ചുറ്റളവിനേക്കാൾ ഏറെ വരും എന്ന് പറഞ്ഞാൽ എത്ര അത്ഭുതം ആ മനുഷ്യന്റെ ശരീരത്ത് കറക്റ്റായിട്ട് നടക്കുന്നത്. ഇതൊക്കെ ഇന്ന് ചില ആളുകൾ വാദിക്കാറുണ്ട്, സയൻസിന് കഴിയാത്ത കാര്യമൊന്നുമല്ല. മൈത്രേനെ പോലെ അല്ലെങ്കിൽ